നമസ്കാരം. എല്ലാവർക്കും ഐസി എഞ്ചിൻ്റെ രണ്ടാമത്തെ ടോപ്പിക്കിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ടോപ്പിക്കിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ലെസണിൽ നമ്മൾ പറഞ്ഞിരുന്നത് എഞ്ചിൻ്റെ വർക്കിംഗ്, എഞ്ചിൻ്റെ ക്ലാസിഫിക്കേഷനും അതിൻ്റെ പാർട്സും ആൻഡ് ടെർമിനോളജിനെ പറ്റിയായിരുന്നു. ഈ ലെസണിൽ നമ്മൾ വരുന്നു ബേസിക് എഞ്ചിൻ്റെ അല്ലെങ്കിൽ ഐസി എഞ്ചിൻ്റെ മേജർ ക്ലാസിഫിക്കേഷനെ പറ്റിയാണ് നമ്മൾ കൂടുതൽ പറയുക. ഐസി എഞ്ചിൻ്റെ ക്ലാസിഫിക്കേഷൻ പറയുന്നതിന് മുമ്പ് നമുക്ക് എഞ്ചിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന്, ബേസിക് വർക്കിംഗ് എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. എഞ്ചിന് പ്രധാനമായും 4 പ്രോസസ്സുകളാണുള്ളത്: സക്ഷൻ, കംപ്രഷൻ, പവർ, എക്സോസ്റ്റ്. അത് നമുക്കറിയാം, സക്ഷൻ, കംപ്രഷൻ, പവർ, എക്സോസ്റ്റ്. ഇനി ആ വീഡിയോയിലേക്ക് നോക്കാം. പിസ്റ്റണിൻ്റെ മേളിൽ നിന്ന് താഴേക്ക് മൂവ് ചെയ്യുമ്പോൾ, ടി ഡി സിയിൽ നിന്ന് ബി ഡി സിയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ എയറും ഫ്യൂവലും കൂടി അകത്തേക്ക് കയറുന്നു. ഇതൊരു പെട്രോൾ എഞ്ചിൻ്റെ വർക്കിംഗ് ആണെന്ന് കരുതുക. ഒരു ബേസിക് എഞ്ചിൻ വർക്കിംഗ് ആണ്. എയറും ഫ്യൂവലും അകത്തേക്ക് കയറുന്നു. അതിനെ നമുക്ക് വിളിക്കാം സക്ഷൻ അല്ലെങ്കിൽ ഇൻടേക്ക് എന്ന് വിളിക്കാം. സക്ഷൻ സ്ട്രോക്ക്, ടി ഡി സിയിൽ നിന്ന് ബി ഡി സി എന്നുള്ള ഡിസ്റ്റൻസിനെ സ്ട്രോക്ക് എന്ന് പറയുന്നു. ആ എയർ ഫ്യൂൽ മിക്സറിനെ പിസ്റ്റൺ മുകളിലേക്ക് പോയി കംപ്രസ് ചെയ്യുന്നു. ഈ അവസ്ഥയിൽ 2 വാൽവ് അടഞ്ഞിരിക്കുകയായിരിക്കും. അതിനെ നമുക്ക് കംപ്രഷൻ സ്ട്രോക്ക് എന്ന് വിളിക്കാം. ആ സ്ട്രോക്കിന്റെ അവസാനം സ്പാർക്ക് പ്ലഗ് എന്ന് പറഞ്ഞ ഡിവൈസ് അവിടെ ഒരു സ്പാർക്ക് കൊടുക്കുന്നതിന്റെ ഫലമായി ആ എയർ ഫ്യൂൽ മിക്സർ ഇഗ്നൈറ്റ് ചെയ്യുന്നു. അതിന്റെ ഫലമായി പിസ്റ്റൺ ഹൈ ഫോഴ്സിൽ താഴേക്ക് മൂവ് ചെയ്യുന്നു. ഇനി ആ പിസ്റ്റൺ സിലിണ്ടർ, ആ സിലിണ്ടറിനുള്ളിൽ കത്തിക്കറിഞ്ഞ വാതകം ഉണ്ടാവും. ആ കമ്പസ്റ്റിന്റെ ഫലമായി ഉണ്ടായ വാതകം ഉണ്ടാകും. അതിനെ പുറന്തള്ളണം. അതിനായി പിസ്റ്റൺ വീണ്ടും മുകളിലേക്ക് പോകുന്ന സമയത്ത് ആ എക്സോസ്റ്റ് നടക്കുന്നു, അല്ലെങ്കിൽ ആ കത്തിക്കറിഞ്ഞ വാതകം പുറത്തേക്ക് മൂവ് ചെയ്യുന്നു. ഇങ്ങനെ 4 പ്രോസസ്സ് വഴിയാണ് എഞ്ചിനിൽ എഞ്ചിൻ്റെ ബേസിക് വർക്കിംഗ്. ഈ 4 പ്രോസസ്സ് വഴിയാണ്. പക്ഷേ നമുക്കിനി ക്ലാസിഫിക്കേഷനിലേക്ക് വരാം. എഞ്ചിനെ ബേസിക്കലി 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതായത് ഏത് ഫ്യൂവലാണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ഇഗ്നിഷൻ ആണ്, അത് കൺസിഡർ വെച്ചിട്ട് ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് ഫ്യൂവൽ യൂസ്ഡ് ആൻഡ് ഇഗ്നിഷൻ വെച്ചിട്ട് നമുക്ക് എഞ്ചിനെ ക്ലാസിഫൈ ചെയ്യാം. രണ്ടാമത്, എഞ്ചിൻ എത്ര സ്ട്രോക്സിൽ വർക്ക് ചെയ്യുന്നു കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് 2 വേറെ രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഇനി എഞ്ചിൻ ഏത് ടൈപ്പ് സൈക്കിളാണ് യൂസ് ചെയ്യുന്നത്, സൈക്കിൾ മീൻസ് വർക്ക് ചെയ്യുന്ന പാത്ത്, ഏത് പാത്തിലാണ് ആ എഞ്ചിൻ വർക്ക് ചെയ്യുന്നത് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എഞ്ചിനെ ക്ലാസിഫൈ ചെയ്യാം. സോ നമുക്ക് ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ തന്നെ എടുക്കാം, ബേസ്ഡ് ഓൺ ഫ്യൂവൽ യൂസ്ഡ് ആൻഡ് ടൈപ്പ് ഓഫ് ഇഗ്നിഷൻ. നമ്മൾ എഞ്ചിനകത്ത് പെട്രോള്, ഡീസല്, LNG, LPG, CNG എല്ലാ ഫ്യൂവൽസും യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാ ഹൈഡ്രോ കാർബൺ ഫ്യൂവൽസും യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ മോസ്റ്റ് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന 2 ഫ്യൂവൽസ് ആണ്, പെട്രോൾ ഫ്യൂവലും ഡീസൽ ഫ്യൂവലും. പെട്രോൾ ഫ്യൂവൽ യൂസ് ചെയ്യുന്ന എഞ്ചിൻസ് ആണ് പെട്രോൾ എഞ്ചിൻ. അതിന്റെ മറ്റൊരു പേരാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിൻ. നമുക്ക് അതിനെ സ്പാർക്ക് ഇഗ്നിഷനെ SI എഞ്ചിൻ എന്ന് കൂടി പറയാം. ഡീസൽ ഫ്യൂവൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഡീസൽ എഞ്ചിൻ എന്ന് പറയുന്നു. അതിനെ നമുക്ക് വേറൊരു പേരിൽ അറിയപ്പെടും, കംപ്രഷൻ ഇഗ്നിഷൻ എഞ്ചിൻ അല്ലെങ്കിൽ CI എഞ്ചിൻ എന്നറിയപ്പെടുന്നു. ഇനി നമുക്ക് പെട്രോൾ എഞ്ചിനെ എടുത്ത് അല്ലാതെ പഠിക്കാം. ഇതിൽ പെട്രോൾ എഞ്ചിൻ പഠിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ വീഡിയോ ഉണ്ട്. ഇതിന്റെ വർക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എയറും ഫ്യൂവലും മിക്സ്ചറാണ് അകത്തേക്ക് കയറുക. അതായത് പെട്രോൾ എഞ്ചിനിൽ വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ സക്ഷൻ ഉണ്ട്, സക്ഷൻ സ്ട്രോക്ക് അറിയാം, നമുക്കറിയാം 4 പ്രോസസ് ഉണ്ട്: സക്ഷൻ, കംപ്രഷൻ, പവർ, എക്സോസ്റ്റ് ഉണ്ട്. സോ പെട്രോൾ എഞ്ചിൻ വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ, സക്ഷൻ തുടങ്ങുമ്പോൾ എയറും ഫ്യൂവലും കൂടാണ് എഞ്ചിനകത്തേക്ക് കയറുക. ഡീസൽ എഞ്ചിന്റെ കേസിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്, ശ്രദ്ധിക്കുക. പെട്രോൾ എഞ്ചിനിൽ എയറും ഫ്യൂവലും മാത്രമാണ് സക്ഷൻ ടൈമിൽ സിലിണ്ടറിനുള്ളിലേക്ക് കയറുക. എയർ ഫ്യൂവൽ മിക്സ്ചറാണ് സിലിണ്ടറിനുള്ളിലേക്ക് കയറുക. ആ കയറിയ എയർ ഫ്യൂവൽ മിക്സ്ചറിനെ പിസ്റ്റൺ രണ്ടാമത്തെ സ്ട്രോക്കിൽ കംപ്രസ് ചെയ്യുന്നു. അതാണ് കംപ്രഷൻ സ്ട്രോക്ക്. ഇതാണ് കംപ്രസ് ചെയ്യുകയാണ്. കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സ്പാർക്ക് പ്ലഗ് എന്ന് പറഞ്ഞൊരു ഡിവൈസ് അവിടെ വെച്ചിട്ടുണ്ട്. സ്പാർക്ക് പ്ലഗ്, അതായത് ആ കംപ്രസ് ചെയ്ത സാധനത്തെ ഇഗ്നൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിവൈസ് അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അതാണ് സ്പാർക്ക് പ്ലഗ്. സോ ആ സ്പാർക്ക് പ്ലഗ് സ്പാർക്ക് പ്രൊവൈഡ് ചെയ്യും. അതിന്റെ ഫലമായിട്ട് അവിടെ ഹൈ പ്രഷർ ജനറേറ്റ് ചെയ്യും, ഒരു പവർ ഉണ്ടാവും, ഒരു വർക്ക് ക്രിയേറ്റ് ചെയ്യും. സോ ഒരു പവർ അവിടെ ജനറേറ്റ് ചെയ്യും. അതാണ് 3ാമത്തെ സ്ട്രോക്ക് ആയിട്ടുള്ള പവർ സ്ട്രോക്ക്. ഇനി ആ കത്തിക്കറിഞ്ഞ വാതകങ്ങളെ പുറത്ത് കളയണം. അതിന് നമ്മൾ സാധാരണഗതി യൂസ് ചെയ്യുന്നു. ഇത് 4ാമത്തെ, വീഡിയോയിൽ 3 കൊടുത്തേക്കുന്നത്, പക്ഷേ ഇത് 4ാമത്തെ സ്ട്രോക്കാണ്, എക്സോ സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഇതാണ് ഒരു ബേസിക് പെട്രോൾ എഞ്ചിന്റെ വർക്കിംഗ്. ഇങ്ങനെയാണ്. ഇതിനകത്ത് നമുക്ക് ഇനി തിയറിയിലേക്ക് വരാം. പെട്രോൾ എഞ്ചിനിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് വളരെ ശ്രദ്ധിക്കുക. സക്ഷന്റെ ടൈമിൽ എയറിന്റെയും ഫ്യൂവലിന്റെയും മിക്സറാണ് സിലിണ്ടറിനുള്ളിലേക്ക് കയറുക. രണ്ടാമത്, ഇനി ഈ എയറിനെയും ഫ്യൂവലിനെയും ഓരോ ഡെഫിനിറ്റ് പ്രൊപ്പോർഷനിൽ മിക്സ് ചെയ്യണം. നമുക്കറിയാം, വാഹനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന അവസരങ്ങളിൽ ഫ്യൂവലിന്റെ കണ്ടന്റ് കൂടുതലായിരിക്കും. കാരണം കൂടുതൽ പവർ ഉണ്ടെങ്കിലേ വണ്ടി ആ ഇനേർഷ്യ സ്റ്റേറ്റിൽ നിന്ന് മുന്നോട്ട് പോകുള്ളൂ. അപ്പോൾ വണ്ടി പിന്നെ റിലാക്സ് മോഡിൽ ഓടുന്ന സമയത്ത്, വാഹനങ്ങൾ റിലാക്സ് മോഡിൽ ഓടുന്ന സമയത്ത് അത്രയും ഫ്യൂവലിന്റെ ആവശ്യമില്ല, അത്രയും പവറിന്റെ ആവശ്യമില്ല.
സോ ഇങ്ങനെ ഡെഫിനറ്റ് പ്രപ്പോർഷൻ ഉണ്ട്, എയറിന്റെയും ഫ്യൂവലിന്റെയും ഒരു മിക്സ്ഡ് പ്രപ്പോർഷൻ ഉണ്ട്. ആ എയറിനെയും ഫ്യൂവലിനെയും ഡെഫിനറ്റ് പ്രപ്പോർഷനിൽ മിക്സ് ചെയ്യാൻ പെട്രോൾ എഞ്ചിനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് കാർബുറേറ്റർ. അപ്പോൾ ശ്രദ്ധിക്കുക, പെട്രോൾ എഞ്ചിനിൽ എയറിനെയും ഫ്യൂവലിനെയും മിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് കാർബുറേറ്റർ. ഇനി ആ എയറിനെയും ഫ്യൂവലിനെയും മിക്സ് ചെയ്തു, സക്ഷന്റെ ടൈമിൽ എയർ ഫ്യൂവൽ മിക്സർ പെട്രോൾ എഞ്ചിനകത്തേക്ക് കയറി, അടുത്തത് സക്ഷന് ശേഷം പിസ്റ്റൺ മുകളിലേക്ക് മൂവ് ചെയ്ത് അതിനെ കംപ്രസ് ചെയ്തു. കംപ്രസ് ചെയ്തതിനു ശേഷം നമ്മൾ പറഞ്ഞു അതിനകത്ത് ഒരു സ്പാർക്ക് കൊടുക്കുന്നുണ്ട്. ആ സ്പാർക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് സ്പാർക്ക് പ്ലഗ്. അപ്പോൾ സ്പാർക്ക് പ്ലഗും കാർബറേറ്ററും പെട്രോൾ എഞ്ചിനിൽ മാത്രമാണ് യൂസ് ചെയ്യുക. ഇനി ഹൈ പിസ്റ്റൺ, ആ പിസ്റ്റൺ മേളിൽ കംപ്രസ് ചെയ്തിട്ട് സ്പാർക്ക് കൊടുത്തു, അതിന്റെ ഫലമായിട്ട് ഫ്യൂവൽ ഇഗ്നൈറ്റ് ചെയ്തു, ഹൈ പ്രഷർ ഉണ്ടായി, പവർ സ്ട്രോക്ക് ഉണ്ടായി. പിന്നീട് നമ്മൾ പറഞ്ഞതുപോലെ അതിനകത്ത് കത്തിക്കഴിഞ്ഞ വാതകങ്ങളെ നമ്മൾ പുറത്ത് കളയുന്നു, അതിന് നമ്മൾ എക്സോസ്റ്റ് സ്ട്രോക്ക് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഒരു പെട്രോൾ എഞ്ചിൻ വർക്ക് ചെയ്യുക. അടുത്ത നമുക്കൊരു ഡീസൽ എഞ്ചിന്റെ വർക്ക് നോക്കാം. പെട്രോൾ എഞ്ചിനിൽ നിന്നും വിപരീതമായിട്ട് ഡീസൽ എഞ്ചിനിൽ സക്ഷന്റെ ടൈമിൽ സക്ഷന്റെ സമയത്ത് പെട്രോൾ എഞ്ചിനിൽ സക്ഷന്റെ സമയത്ത് എയറും ഫ്യൂവലും ചേർന്ന മിക്സ്ചർ കാർബറേറ്റർ മിക്സ് ചെയ്ത് എഞ്ചിൻ സിലിണ്ടറിനകത്തേക്ക് കൊടുത്തിരുന്നതാണെങ്കിൽ ഡീസൽ എഞ്ചിനകത്ത് എയർ മാത്രമാണ്, സക്ഷന്റെ സമയത്ത് എയർ മാത്രമാണ് എന്ത് ചെയ്യുക, എഞ്ചിൻ സിലിണ്ടറിനകത്തേക്ക് പ്രവേശിക്കുക. ഇങ്ങനെ എഞ്ചിൻ സിലിണ്ടറിനകത്തേക്ക് പ്രവേശിച്ച എയറിനെ കംപ്രസ് ചെയ്യുന്നു. അപ്പോൾ ഒന്നാമത്തെ പ്രോസസ്സ് കഴിഞ്ഞു, സക്ഷൻ കഴിഞ്ഞു, എയർ എഞ്ചിൻ സിലിണ്ടറിനകത്തേക്ക് കയറി, ഡീസൽ എഞ്ചിനകത്തേക്ക് കയറി. പതിവ് പോലെ തന്നെ ആ കയറിയ എയറിനെ എന്ത് ചെയ്യുന്നു, കംപ്രസ് ചെയ്യുന്നു. ആ എയറിനെ കംപ്രസ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ പെട്രോൾ എഞ്ചിൻ്റെ കംപ്രഷൻ റേഷ്യോ പഠിച്ചിട്ടുണ്ടല്ലേ. പെട്രോൾ എഞ്ചിൻ എത്രയായിരുന്നു കംപ്രഷൻ റേഷ്യോ? 6 മുതൽ 12 വരെ. അതായത് പെട്രോൾ എഞ്ചിൻ സിലിണ്ടറിനെ 6ൽ ഒരു ഭാഗമായിട്ട് കംപ്രസ് ചെയ്യുന്നുണ്ട്, ഡീസൽ 12ൽ ഒരു ഭാഗമായിട്ട് കംപ്രസ് ചെയ്യുന്നുണ്ട്. ആ എഞ്ചിൻ സിലിണ്ടറിന് 12 വോളിയം ഉണ്ടെങ്കിൽ അതിനെ ഒരു വോളിയമായിട്ട് കംപ്രസ് ചെയ്ത് ചുരുക്കുന്നുണ്ട്. അതാണ് 6-1 12-1 എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഡീസൽ എഞ്ചിൻ്റെ കംപ്രഷൻ റേഷ്യോ വരുമ്പോൾ കുറച്ചുകൂടെ കൂടുതലാണ്. 15 മുതൽ 24 വരെയാണ് ഡീസൽ എഞ്ചിൻ്റെ കംപ്രഷൻ റേഷ്യോ. അപ്പോൾ എന്നാ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സക്ക് ചെയ്തെടുത്ത എയറിനെ അത്രയും ഹൈലി കംപ്രസ് ചെയ്യുമ്പോൾ അവിടുത്തെ പ്രഷർ ഇൻക്രീസ് ചെയ്യുകയും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ എയറിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? ആ എയറിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡീസൽ ഫ്യൂവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീസൽ ഫ്യൂവലിൻ്റെ സെൽഫ് ഇഗ്നിഷൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 250 ഡിഗ്രി സെൽഷ്യസ് ആണ്. 210 മുതൽ 250 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. അതായത് ഡീസൽ ആ താപനില ഉണ്ടെങ്കിൽ സ്വയം കത്തും, അവിടെ സ്പാർക്കോ ഇനി വേറെ ആവശ്യമായ വസ്തുക്കളോ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇവിടെ 250 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 210 മുതൽ 250 ഡിഗ്രി സെൽഷ്യസിൽ വരെ കത്തുന്ന ഡീസൽ ഫ്യൂവലിനെ ഈ കംപ്രസ് ചെയ്ത് വെച്ചേക്കുന്ന പ്രഷറിനകത്തേക്ക് നമ്മൾ ഹൈ പ്രഷറിൽ ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇപ്പം ഈ ഡീസൽ എഞ്ചിനിൽ നമ്മൾ എയറിനെ എന്ത് ചെയ്തു, കംപ്രസ് ചെയ്ത് വെച്ചേക്കുന്നു, അതിനകത്തേക്ക് ആ ഡീസലിനെ ഇഞ്ചെക്ട് ചെയ്യുന്നു എന്ന് കരുതുക. അപ്പോൾ ഡീസൽ ഹൈ പ്രഷറിൽ എയർ ഹൈ പ്രഷറിൽ കംപ്രസ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് അതിന് ഹൈ പ്രഷറായിരിക്കും, ഹൈ ടെമ്പറേച്ചറും ആയിരിക്കും. ഏകദേശം 400 ഡിഗ്രി സെൽഷ്യസ് വരെ ആയിരിക്കും ആ എയറിൻ്റെ ടെമ്പറേച്ചർ. അപ്പോൾ ആ 400 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള എയറിൻ്റെ ടെമ്പറേച്ചറിനകത്തേക്ക് ഈ പറയുന്ന 250 ഡിഗ്രി സെൽഷ്യസിൽ അല്ലെങ്കിൽ 210 ഡിഗ്രി സെൽഷ്യസിൽ കത്തുന്ന ഡീസലിനെ ഇഞ്ചെക്ട് ചെയ്താൽ ഡീസൽ സ്വയം കത്തും. അപ്പോൾ ആ എയറിനോടൊപ്പം ചേർന്ന് ഡീസൽ സ്വയം കത്തുകയും അവിടെ ഹൈ എക്സ്പ്ലോഷൻ ഉണ്ടാകുകയും ചെയ്യും. അങ്ങനെ ആ കംപ്രഷൻ മൂലം ആ എൻജിൻ സിലിണ്ടറിനകത്ത് ഇഗ്നീഷൻ സംഭവിച്ചു. അതുകൊണ്ടാണ് ഡീസൽ എഞ്ചിനുകളെ കംപ്രഷൻ ഇഗ്നീഷൻ എഞ്ചിൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഹൈലി കംപ്രസ്ഡ് ആയിട്ടുള്ള എയറിനകത്തേക്ക് ഡീസലിനെ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ അവിടെ എക്സ്പ്ലോഷൻ സംഭവിക്കുന്നു, പവർ ഡെവലപ്പ് ചെയ്യുന്നു. അത് നമ്മൾ എൻജിൻ സിലിണ്ടർ അതിനകത്തുനിന്ന് ഫ്ലൈ വീൽ വഴി നമ്മൾ പുറത്തേക്ക് ഔട്ട്പുട്ടിൽ എടുക്കുന്നു. എന്നിട്ട് പിന്നെ പതിവ് പോലെ തന്നെ ആ പവർ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കത്തിക്കഴിഞ്ഞ വാതകങ്ങൾ എന്ത് ചെയ്യുന്നു, നമ്മൾ എക്സോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ എക്സോസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, എൻജിൻ വീണ്ടും എയറിനെ സക്ക് ചെയ്തെടുക്കുന്നു, വീണ്ടും അതിനെ കംപ്രസ് ചെയ്യുന്നു. വീണ്ടും ആ കംപ്രസ് ചെയ്ത എയറിൻ്റെ ടെമ്പറേച്ചർ ഏകദേശം 400 ഡിഗ്രി സെൽഷ്യസിനടുത്ത് 335 ബാറിനടുത്ത് എത്തുന്നു. അപ്പോൾ ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ, അതിനകത്തേക്ക് 210 ഡിഗ്രി സെൽഷ്യസിൽ കത്തുന്ന ഡീസലിനെ വീണ്ടും ഇഞ്ചെക്ട് ചെയ്യുന്നു, ഹൈ പ്രഷറിൽ ഇഞ്ചെക്ട് ചെയ്യുന്നു. ആ ഡീസലിനെ ഇഞ്ചെക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇഞ്ചക്ടർ എന്ന് പറയുന്ന ഡിവൈസ് യൂസ് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യും, എയറും ഉണ്ട് ഫ്യൂവലും ഉണ്ട്, വീണ്ടും എക്സ്പ്ലോഷൻ, വീണ്ടും ഹൈ പ്രഷർ ഡെവലപ്മെൻറ്റ്, വീണ്ടും പവർ ജനറേഷൻ. ഇങ്ങനെ ഡീസൽ എഞ്ചിൻ്റെ വർക്കിംഗ് സൈക്കിൾ വർക്ക് ചെയ്യുന്നു. ഇതിൽ മേജർ തിയറി, അതായത് മേജർ ഡിഫറൻസ്, പെട്രോൾ എഞ്ചിനെ അപേക്ഷിച്ചുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് സക്ഷൻ ടൈമിൽ എയർ മാത്രമാണ് അകത്തേക്ക് കയറുക. എയറിനെ ഒരു ഡെഫിനറ്റ് പ്രഷറിലും ടെമ്പറേച്ചറിലും കംപ്രസ് ചെയ്യുന്നു. ആ ടെമ്പറേച്ചർ ഹൈ ടെമ്പറേച്ചർ ആയിരിക്കുന്ന എയറിലേക്ക് ഡീസലിനെ ഇഞ്ചെക്ട് ചെയ്യുന്നു.
ആ ഇഞ്ചക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് ഇഞ്ചക്ടർ. സോ ഡീസൽ സ്വയം കത്തുന്നതിന്റെ ഫലമായിട്ട് അവിടെ എയറും ഫ്യൂലും കൂടെ കത്തുന്നതിന്റെ ഫലമായിട്ട് അവിടെ പവർ ജനറേറ്റ് ചെയ്യുന്നു. ആ പവർ പിസ്റ്റണിൽ ആക്ട് ചെയ്യുന്നു. അതുപോലെ നമുക്കൊരു മെക്കാനിക്കൽ എനർജി കിട്ടുന്നു. കത്തിക്കഴിഞ്ഞ എക്സോസ്റ്റ് ഗ്യാസിന് നമ്മൾ എക്സോസ്റ്റ് ചെയ്യുന്നു, അതായത് പുറത്തേക്ക് എക്സോസ്റ്റ് വാൽവ് വഴി പുറത്തേക്ക് തള്ളിക്കളയുന്നു. ഇങ്ങനെയാണ് ഡീസൽ എഞ്ചിൻ വർക്ക് ചെയ്യുക. അടുത്ത മേജർ ക്ലാസിഫിക്കേഷൻ ആണ് ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് സ്ട്രോക്സ്. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പ്രോസസ്സുകൾ സക്ഷൻ, കംപ്രഷൻ, പവർ, എക്സോസ്റ്റ് എന്നീ 4 പ്രോസസ്സുകൾ ഉണ്ടായിരുന്നു. ഈ 4 പ്രോസസ്സുകൾ 4 വട്ടം, അതായത് പിസ്റ്റണിന്റെ 4 മൂവ്മെന്റിലാണ് ഒരു സൈക്കിൾ ഫുൾ കംപ്ലീറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ 4 സ്ട്രോക്ക് എഞ്ചിൻ എന്ന് പറയുക. നമ്മൾ പറഞ്ഞു സക്ഷൻ, കംപ്രഷൻ, പവർ, എക്സോസ്റ്റ്, ഇങ്ങനെ 4 പ്രോസസ്സുകളുണ്ട്. ഈ 4 പ്രോസസ്സുകൾ കഴിഞ്ഞ് എക്സോസ്റ്റ് കഴിഞ്ഞ് വീണ്ടും സക്ഷൻ, അങ്ങനെയാണ് സൈക്കിൾ എന്ന് വരിക. തുടങ്ങിയെടുത്ത് തന്നെ തിരിച്ചെത്തുന്നു. അങ്ങനെ ഒരു എഞ്ചിന്റെ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എത്ര പ്രോസസ്സുകൾ ചെയ്യേണ്ടി വരുന്നു എന്നതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട്, എത്ര സ്ട്രോക്കുകൾ ചെയ്യേണ്ടി വരുന്നു എന്നത് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്പർ ഓഫ് സ്ട്രോക്ക് വെച്ചിട്ട് നമ്മൾ എഞ്ചിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. 4 സ്ട്രോക്ക് എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിന്റെ 4 സ്ട്രോക്കിൽ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നു. അതിനെയാണ് 4 സ്ട്രോക്ക് എഞ്ചിൻ എന്ന് പറയുക. നമ്മൾ ഇപ്പോൾ കണ്ട വീഡിയോയിലെ പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിനും എല്ലാം 4 സ്ട്രോക്ക് എഞ്ചിനാണ്. കാരണം സക്ഷൻ, കംപ്രഷൻ, പവർ, എക്സോസ്റ്റ് ഈ 4 പ്രോസസ്സുകളും ഓരോരോ ഘട്ടമായിട്ടാണ് നടക്കുക. 2 സ്ട്രോക്ക് എഞ്ചിന്റെ കേസിൽ ഇത് അങ്ങനെയല്ല. 2 സ്ട്രോക്ക് എഞ്ചിനിൽ 2 പ്രോസസ്സുകൾ ഒരുമിച്ച് നടക്കും. അതായത് 2 സ്ട്രോക്ക് എഞ്ചിനിൽ സക്ഷൻ, കംപ്രഷൻ ഒരുമിച്ച് നടക്കുന്നു, പവർ, എക്സോസ്റ്റ് ഒരുമിച്ച് നടക്കുന്നു. അതൊരു സ്പെഷ്യൽ എഞ്ചിൻ ഡിസൈൻ ആണ്. അതെങ്ങനെ വർക്ക് ചെയ്യുന്നു നമുക്ക് 2 സ്ട്രോക്ക് എഞ്ചിൻ പഠിക്കുമ്പോൾ പറയാം. ഇനി 4 സ്ട്രോക്ക് എഞ്ചിൻ നോക്കുക. നമുക്കറിയാം പിസ്റ്റന്റെ 4 മൂവ്മെന്റിലാണ് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് 4 സ്ട്രോക്ക് എഞ്ചിൻ എന്ന് പറയുക. ഇനി ശ്രദ്ധിക്കുക, ഓരോ സ്ട്രോക്കിലും പിസ്റ്റൺ ഒരു പ്രാവശ്യം താഴേക്ക് മൂവ് ചെയ്താലോ അല്ലെങ്കിൽ ഒരു പ്രാവശ്യം മണ്ടയ്ക്കേക്കോ മൂവ് ചെയ്താലോ ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയുന്ന ഡിവൈസ്, നമ്മൾ നേരത്തെ പറഞ്ഞു ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കേറ്റിംഗ് മോഷനെ റോട്ടറി മോഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് ക്രാങ്ക് ഷാഫ്റ്റ്. സോ പിസ്റ്റൺ മേലിലേക്ക് മൂവ് ചെയ്താൽ ഒരു ഹാഫ് ഡിഗ്രി, അതായത് ഹാഫ് റൊട്ടേഷൻ 180 ഡിഗ്രിയാണ് ക്രാങ്ക് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുക. സോ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നു. അങ്ങനെ 4 പ്രാവശ്യം പിസ്റ്റൺ മൂവ് ചെയ്യുന്നുണ്ട്. പിസ്റ്റൺ ഒരു പ്രാവശ്യം മൂവ് ചെയ്താൽ 180 ഡിഗ്രിയാണ് ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുക. സോ പിസ്റ്റൺ 4 പ്രാവശ്യം മൂവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ 2 ഫുൾ റൊട്ടേഷനിലാണ് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുക. അതായത് സക്ഷൻ നടക്കുമ്പോൾ ഒരു ഹാഫ് റൊട്ടേഷൻ നടക്കും, കംപ്രഷൻ നടക്കുമ്പോൾ ഒരു ഫുൾ റൊട്ടേഷൻ ആവും, വീണ്ടും പവർ നടക്കുമ്പോൾ വീണ്ടും ഒരു ഹാഫ് റൊട്ടേഷൻ ആവും, എക്സോസ്റ്റ് നടക്കുമ്പോൾ വീണ്ടും ഒരു ഫുൾ റൊട്ടേഷൻ ആവും. അങ്ങനെ 2 ഫുൾ റൊട്ടേഷനിലാണ് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നതെങ്കിൽ അത് 4 സ്ട്രോക്ക് എഞ്ചിൻ ആയിരിക്കും. പിസ്റ്റന്റെ 4 മൂവ്മെന്റിലാണ് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നതെങ്കിൽ അത് 4 സ്ട്രോക്ക് എഞ്ചിനാണ്. ഇനി ടോട്ടൽ 180 വെച്ചിട്ടല്ലേ, 180 ആവുമ്പോൾ ഹാഫ് റൊട്ടേഷൻ, ഒരു ഫുൾ റൊട്ടേഷൻ ആകുമ്പോൾ 360 ഡിഗ്രി, വീണ്ടും ഹാഫ് റൊട്ടേഷൻ, വീണ്ടും ഫുൾ റൊട്ടേഷൻ, അങ്ങനെ ടോട്ടൽ 720 ഡിഗ്രി ഓഫ് റൊട്ടേഷൻ ആണ് 4 സ്ട്രോക്ക് എഞ്ചിന്റെ കേസിൽ നടക്കുക. 2 സ്ട്രോക്ക് എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ എഞ്ചിൻ ഡിസൈൻ ആണ്. അതിന്റെ ഒരു വീഡിയോ നമുക്ക് ആദ്യം നോക്കാം. ആ എഞ്ചിൻ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നു നോക്കാം. സോ അതിന്റെ വർക്കിംഗ് നോക്കാം. ശ്രദ്ധിക്കുക, ഇതിന് ഒരു സ്പെഷ്യൽ എഞ്ചിൻ ഡിസൈൻ ആണ്. ഒരു പിസ്റ്റൺ ഉണ്ടാവും, ഒരു കണക്റ്റിംഗ് റോഡ്, ഒരു ക്രാങ്ക് ഷാഫ്റ്റ്. ഇതിന് വാൽവുകളല്ല, അതിന് പകരം പോർട്ടുകളാണ് കൊടുത്തേക്കുക. എക്സോസ്റ്റ് പോർട്ട്, ഇൻലെറ്റ് പോർട്ട്, ലെഫ്റ്റ് സൈഡിൽ ട്രാൻസ്ഫർ പോർട്ട്, മേളിൽ ഒരു സ്പാർക്ക് പ്ലഗ് ഉള്ളതുകൊണ്ട് മനസ്സിലാക്കാം ഇതൊരു പെട്രോൾ എഞ്ചിനാണ്. സോ സംഭവിക്കുക, പിസ്റ്റൺ മുകളിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അവിടുത്തെ ഗ്യാസിനെ കംപ്രസ് ചെയ്യപ്പെടുന്നു. അതിന് മുകളിലുണ്ടായിരുന്ന കുറച്ച് എയർ ഫ്യൂൽ മിക്സറിനെ കംപ്രസ് ചെയ്യുന്നു. ആ കംപ്രസ് ചെയ്യുന്നതിന്റെ ഫലം പിസ്റ്റൺ മുകളിലേക്ക് മൂവ് ചെയ്യുന്നു. അതൊരു ക്ലോസ്ഡ് കേസിംഗ് ആയതുകൊണ്ട്, ഈ എഞ്ചിൻ ഒരു ക്ലോസ്ഡ് കേസിംഗ് ആയതുകൊണ്ട് ഇതിനകത്തേക്ക് ഒരു നെഗറ്റീവ് പ്രഷർ ക്രിയേറ്റ് ചെയ്യും. കാരണം പിസ്റ്റൺ പോകുന്നതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു നെഗറ്റീവ് പ്രഷർ ക്രിയേറ്റ് ചെയ്യും. അതിനുള്ളിലേക്ക് ഇൻലെറ്റ് പോർട്ട് വഴി എയർ ഫ്യൂൽ മിക്സർ അകത്തേക്ക് പ്രവേശിക്കും. അതായത് പിസ്റ്റൺ കംപ്രസ് ചെയ്യുന്നു, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ ഒരു സക്ഷൻ ഉണ്ടാകുന്നു, എയർ ഫ്യൂൽ മിക്സർ അകത്തേക്ക് പ്രവേശിക്കുന്നു. അങ്ങനെ സക്ഷനും കംപ്രഷനും ഒരുമിച്ച് നടക്കും. മറ്റതിനകത്ത് സക്ഷൻ, 4 സ്ട്രോക്ക് എഞ്ചിനകത്ത് സക്ഷൻ വേറെയായിരുന്നു, കംപ്രഷൻ വേറെയായിരുന്നു. ഇതിനകത്ത് പിസ്റ്റൺ മേളിലേക്ക് കംപ്രസ് ചെയ്തപ്പോൾ അവിടെ കംപ്രഷൻ നടക്കുന്നു, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ സക്ഷൻ നടക്കുന്നു. ഓക്കെ, ഇനി അവിടെ സ്പാർക്ക് ഉണ്ടായി. ആ സ്പാർക്ക് ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കംപ്രസ് ചെയ്ത എയർ ഫ്യൂൽ മിക്സറിനൊക്കെ സ്പാർക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ഹൈ എക്സ്പ്ലോഷൻ ഉണ്ടാവും. അതിന്റെ ഫലമായിട്ട് പിസ്റ്റൺ ഹൈ ഫോഴ്സിൽ താഴേക്ക് മൂവ് ചെയ്യും. പിസ്റ്റൺ താഴേക്ക് മൂവ് ചെയ്യുമ്പോൾ അവിടെ ഒരു പവർ സ്ട്രോക്ക് ജനറേറ്റ് ചെയ്യുന്നു.
അത് ശ്രദ്ധിക്കുക, പിസ്റ്റൺ താഴേക്ക് മൂവ് ചെയ്യുന്നു, അവിടെ പവർ സ്ട്രോക്ക് ജനറേറ്റ് ചെയ്യുന്നു. അപ്പം തന്നെ എന്ത് സംഭവിക്കുന്നു? എക്സോസ്റ്റ് ഗ്യാസ് പുറത്തു കളയപ്പെടുന്നു. പിസ്റ്റൺ താഴേക്ക് മൂവ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ആ വീഡിയോയിലേക്ക് ഒന്നുകൂടെ ശ്രദ്ധിക്കാം. പിസ്റ്റൺ താഴേക്ക് മൂവ് ചെയ്യുമ്പോൾ ആ എക്സോസ്റ്റ് പോർട്ട് വഴി പുറത്തേക്ക് പോകുന്നു. ആ എക്സോസ്റ്റ് ഗ്യാസ് പുറത്തേക്ക് പോകാൻ ഇൻലെറ്റ് ചാർജ്, ഈ ട്രാൻസ്ഫർ പോർട്ട് വഴി വരുന്ന ഇൻലെറ്റ് ചാർജ് ഒരു പരിധി വരെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്രോസസ് ഉണ്ട്, അതെന്താണെന്ന് നമുക്ക് പിന്നീട് നോക്കാം. സോ ഇൻലെറ്റ് ചാർജ് അകത്തേക്ക് കയറുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സോസ്റ്റ് ഗ്യാസ് പുറത്തേക്ക് തള്ളിപ്പോകുന്നു. അവിടെ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് പവറും ജനറേറ്റ് ചെയ്യുന്നു. സോ ഇങ്ങനെയാണ് ഒരു 2 സ്ട്രോക്ക് എഞ്ചിൻ വർക്ക് ചെയ്യുക. ഓക്കെ, സോ ഒന്നുകൂടെ പറയാം, 2 സ്ട്രോക്ക് എഞ്ചിന്റെ വർക്കിംഗ് ഒന്നുകൂടി പറയാം. സക്ഷൻ, അതായത് ഈ എഞ്ചിന്റെ മുകളിൽ ഒരു ഗ്യാസ് ഉണ്ടായിരുന്നു, അതിനെ നമ്മൾ കംപ്രസ് ചെയ്യുന്നു. ആ കംപ്രസ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഇതിനകത്തേക്ക് പിസ്റ്റന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു സക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. സോ ആ സക്ഷൻ എയർ ഫ്യൂൽ മിക്സർ എഞ്ചിൻ ക്രാങ്ക് കേസിനകത്ത് കയറുന്നു. ആ ക്രാങ്ക് കേസിനകത്ത് കയറി മേളിൽ കംപ്രസ് ചെയ്ത ഗ്യാസ് ഉണ്ട്, അതിനകത്തേക്ക് സ്പാർക്ക് കൊടുക്കുന്നതിന്റെ ഫലമായിട്ട് അവിടെ എക്സ്പ്ലോഷൻ നടക്കുന്നു. പിസ്റ്റൺ ഹൈ ഫോഴ്സിൽ താഴേക്ക് മൂവ് ചെയ്യുന്നു, അവിടെ പവർ സ്ട്രോക്ക് ക്രിയേറ്റ് ചെയ്യുന്നു. പവർ സ്ട്രോക്ക് ഉണ്ടാകുമ്പോൾ ട്രാൻസ്ഫർ പോർട്ട് വഴി വരുന്ന ഇൻലെറ്റ് ചാർജ് എക്സോസ്റ്റ് ഗ്യാസിനെ പുറത്തു കളയുന്നു. ഇങ്ങനെയാണ് 2 സ്ട്രോക്ക് വർക്കിംഗ് നടക്കുക. ശ്രദ്ധിക്കുക, ഇവിടെ ഒരു റൊട്ടേഷനിൽ ഫുൾ റൊട്ടേഷനിൽ ഒരു പവർ ജനറേറ്റ്, ഒരു ഫുൾ റൊട്ടേഷനിൽ ഒരു പവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഒരു ഫുൾ റൊട്ടേഷനിൽ ഒരു പവർ സ്ട്രോക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ 4 സ്ട്രോക്കിന്റെ 2 ഫുൾ റൊട്ടേഷനിലാണ് ഒരു പവർ കിട്ടുക. ഓക്കെ, സോ നമുക്ക് 2 സ്ട്രോക്ക് എഞ്ചിനിലേക്ക് വരാം. അതൊരു സ്പെഷ്യൽ എഞ്ചിൻ ഡിസൈൻ ആണ്. ഇവിടെ വാൽവുകൾക്ക് വരം പോർട്ടാണ് യൂസ് ചെയ്തത്, നിങ്ങൾ വീഡിയോയിൽ കണ്ടതാണ്. പിന്നീട് ഇവിടെ ഒരു 4 സ്ട്രോക്കുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ സക്ഷനും കംപ്രഷനും ഒരുമിച്ച് നടക്കുന്നു. നിങ്ങൾ കണ്ടതാണ് എങ്ങനെയാണ് ഒരുമിച്ച് നടക്കുന്നത്. പവറും എക്സോസ്റ്റും ഒരുമിച്ച് നടക്കുന്നു. ഈ സൈക്കിളിൽ 2 സ്ട്രോക്കിൽ പിസ്റ്റന്റെ 2 മൂവ്മെന്റിൽ ഒരു റൊട്ടേഷൻ അല്ലെങ്കിൽ ഒരു 2 മൂവ്മെന്റിൽ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യപ്പെടുന്നു. ഒരു ഫുൾ റൊട്ടേഷനിൽ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യപ്പെടുന്നു. 360 ഡിഗ്രി ഓഫ് റൊട്ടേഷനിൽ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യപ്പെടുന്നു. ഓക്കെ, അപ്പോൾ 4 സ്ട്രോക്കും 2 സ്ട്രോക്കുമായിട്ടുള്ള മേജർ ഡിഫറൻസ് ആലോചിക്കുക. പിസ്റ്റന്റെ 4 മൂവ്മെന്റിലാണ് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നതെങ്കിൽ അത് 4 സ്ട്രോക്ക് എഞ്ചിൻ. പിസ്റ്റന്റെ 2 മൂവ്മെന്റിലാണ് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നതെങ്കിൽ 2 സ്ട്രോക്ക് എഞ്ചിൻ. പിസ്റ്റന്റെ ക്രാങ്ക് ഷാഫ്റ്റിന്റെ ഫുൾ 2 റൊട്ടേഷൻ, 2 ഫുൾ റൊട്ടേഷനിലാണ് ക്രാങ്ക് ഷാഫ്റ്റ് ഒരു പവർ ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ അത് 4 സ്ട്രോക്ക് എഞ്ചിൻ. ക്രാങ്ക് ഷാഫ്റ്റിന്റെ ഒരു ഫുൾ റൊട്ടേഷനിലാണ് പവർ ജനറേറ്റ് ചെയ്യുന്നതെങ്കിൽ അത് 2 സ്ട്രോക്ക് എഞ്ചിൻ. 720 ഡിഗ്രി ഓഫ് റൊട്ടേഷൻ ഇൻ 4 സ്ട്രോക്ക് എഞ്ചിൻ, 360 ഡിഗ്രി ഓഫ് റൊട്ടേഷൻ ഇൻ 2 സ്ട്രോക്ക് എഞ്ചിൻ. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസിഫിക്കേഷനിൽ പോവാം. അതിനു മുമ്പ് ചെറിയ ടൈം പറയാനുണ്ട്. സ്കാവഞ്ചിങ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നിങ്ങൾ കണ്ടു, പവർ സ്ട്രോക്ക് ഉണ്ടായ സമയത്ത് പവർ ഉണ്ടാകുന്ന സമയത്ത് ഇൻലെറ്റ് ചാർജ് വന്നിട്ട് എക്സോസ്റ്റ് ഗ്യാസിനെ പുറത്തേക്ക് തള്ളിക്കളയുന്നുണ്ട് അല്ലെ. എക്സോസ്റ്റ് ഗ്യാസ് പുറത്തേക്ക് തള്ളിപ്പോകുന്നുണ്ട്. ഈ ഇൻലെറ്റ് എയർ, ട്രാൻസ്ഫർ പോർട്ട് വഴി വരുന്ന ഇൻലെറ്റ് എയർ ആണ് അത് ഒരു പരിധി വരെ സഹായിക്കുക. കാരണം ഡെൻസിറ്റി ഡിഫറൻസ് ആണ്. കത്തിക്കരിഞ്ഞ പാത്രത്തിന് ഡെൻസിറ്റി കുറവായതുകൊണ്ട് അതിനെ പെട്ടെന്ന് പുറത്തേക്ക് പോകാനുള്ള ടെൻഡൻസി ഉണ്ടാകും. സോ ഈ പ്രോസസ്, റിമൂവൽ ഓഫ് എക്സോസ്റ്റ് ഗ്യാസ് ബൈ മീൻസ് ഓഫ് ഇൻലെറ്റ് ചാർജ്, അതിനെയാണ് നമ്മൾ സ്കാവഞ്ചിങ് എന്ന് പറയുക. 2 സ്ട്രോക്ക് എഞ്ചിനിലാണ് സ്കാവഞ്ചിങ് കൂടുതലായിട്ട് ഉപയോഗിക്കുക. ഓക്കെ, അടുത്തതാണ് വർക്കിംഗ് സൈക്കിൾ അനുസരിച്ചിട്ട് നമുക്ക് ഈ എഞ്ചിനെ ക്ലാസിഫൈ ചെയ്യാം. വർക്കിംഗ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ആ എഞ്ചിൻ വർക്ക് ചെയ്യുന്ന പാത്തിനെയാണ് നമ്മൾ വർക്കിംഗ് സൈക്കിൾ എന്ന് പറയുക. 2 രീതിയിലുള്ള സൈക്കിൾസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്, ഓട്ടോ സൈക്കിളും ഡീസൽ സൈക്കിളും. ഓട്ടോ സൈക്കിൾ എന്ന് പറയുന്നത് പെട്രോൾ എഞ്ചിനിൽ യൂസ് ചെയ്യുന്ന സൈക്കിളാണ് ഓട്ടോ സൈക്കിൾ. ഓക്കെ, ഇതിന് 4 പ്രധാനപ്പെട്ട പ്രോസസ്സുകളുണ്ട്. 4 പ്രധാനപ്പെട്ട പ്രോസസ്സുകളുണ്ട്. 2 കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സുകളും 2 അഡിയബാറ്റിക് പ്രോസസ്സുകളും. അടുത്ത നമുക്ക് ഡീസൽ സൈക്കിൾ നോക്കാം. ഡീസൽ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഡീസൽ എഞ്ചിനിൽ യൂസ് ചെയ്തതാണ്. 4 സ്ട്രോക്ക് ഡീസൽ എഞ്ചിനുകളിൽ യൂസ് ചെയ്യുന്നതാണ് ഡീസൽ സൈക്കിൾ എന്ന് പറയുന്നത്.